സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനത്തെ കുട്ടിയാണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര കലാപരിപാടികൾ ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. കുഞ്ഞു തൊട്ട് 3 വയസ്സ് തൊട്ട് ഞാൻ ഡാൻസിങ് എനിക്ക് എന്തോ ഇഷ്ടമായിരുന്നു. അത് സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ കാര്യമല്ലേ. അപ്പം ഞാൻ ഐ എം ഫ്രം ആക്ച്വലി ഇപ്പം ഞാൻ സെറ്റിൽഡ് ചെന്നൈയിലാണ്. ഞാൻ ജനിച്ച് വളർന്നതൊക്കെ ഈറോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സോ നമുക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്വപ്നമാണ്. സോ അത് ചെയ്യാം. ഇത് ഈ കലാപരിപാടി എങ്ങനെ കൊണ്ടുവരും എന്ന് മനസ്സിലായില്ല. അത് വളരുമ്പോഴാണ് മനസ്സിലാക്കും സിനിമ അഭിനയിച്ചാൽ നന്നായിരിക്കും, ആക്ടിങ് നന്നായിരിക്കും എന്നൊക്കെ കുഞ്ഞോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് പ്രൊഫഷനായി മാറി. ഇനി ഉറപ്പായിട്ട് പ്ലാൻ ബി ഇല്ല, വേണ്ട. ബാമ പറയണമാതിരി വെൻ ദ സിനിമ ബഗ് ബൈറ്റ്സ് യു, അത് നമുക്ക് വേറെ സിനിമ പ്രാന്തം ഐ തിങ്ക് വിട്ട് നമുക്ക് പോവില്ല. ലൈക്ക് സുമിത് ഓൾസോ സെഡ്, യു ജസ്റ്റ് വാണ്ട് ടു ബി ഡൂയിങ് സംതിങ് ഇൻ സിനിമ. എന്തെങ്കിലും ഇവിടെയൊക്കെ കാണണം എല്ലാവർക്കും, എന്തെങ്കിലും വി ഷുഡ് ബി അറൗണ്ട് എന്നാണ് എല്ലാവരുടെയും ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഐ തിങ്ക് ഓൾ ആക്ടേഴ്സ് വിൽ സേ ദ സെയിം. ഓക്കെ, ശരിക്കും നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഒരു ആക്ടറായി നിലകൊള്ളുക എന്നുള്ളത് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഹൈലി കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ തന്നെ നിരന്തരം നവീകരിച്ചുകൊണ്ടിരിക്കണം, പുതുക്കിക്കൊണ്ടിരിക്കണം. ഓരോ ക്യാരക്ടറിനെയും നമ്മുടെ മുമ്പിൽ വരുന്ന രീതിയിൽ അതിനെ അനലൈസ് ചെയ്യണം, പഠിക്കണം. സോ വാട്ട് ഈസ് യുവർ കോൾ? ലൈക്ക് എങ്ങനെയാണ് ഒരു ആക്ടർ ആയിരിക്കുക എന്നുള്ളത്? എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ടോ? ഐ മീൻ ഒരു വർക്ക്ഷോപ്പ് പോലെയോ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാറുള്ളതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാറുണ്ട്? കുറെ സിനിമകൾ കാണും. ഇത് എനിക്ക് അറിയില്ല ഇത് ഇങ്ങനെ തന്നെയാണോ ആ ഒരു പ്രോസസ്സ് എടുക്കേണ്ടത്. ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സാണ് പഴയ സിനിമകൾ കാണുക. അതായത് എനിക്ക് പത്മരാജൻ സാറിന്റെ സിനിമകളും അതുപോലെ പഴയ മിക്ക ഡയറക്ടേഴ്സിന്റെ സിനിമകളും എനിക്ക് കാണാൻ വളരെ ഇഷ്ടമാണ്. അപ്പം അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ഉണ്ടെങ്കിൽ അവരെ നോക്കുക, ലൈക്ക് അവരുടെ ചെറിയ ചെറിയ മാനറിസംസ് ഉണ്ടാവും. ഓരോ ആർട്ടിസ്റ്റിനും പഴയ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാർ ആയാലും മുരളി സാർ ആണെങ്കിലും ഭരതൻ സാർ ആണെങ്കിലും എല്ലാവർക്കും ഐ മീൻ അവരുടെ മൂവീസിലാണെങ്കിലും ഓരോ ആക്ടേഴ്സ് ഭയങ്കര എന്താ പറയുക ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും, വളരെ ലൈറ്റായിട്ട് ഭയങ്കര മിനിമലായിട്ട് സട്ടിലായിട്ട് പക്ഷേ നല്ല അടിപൊളി സാധനങ്ങൾ വരുന്നത്. അപ്പം അതുപോലെയുള്ള ആർട്ടിസ്റ്റിനെ നോക്കി പഠിക്കുക, അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് എങ്ങനെ ആ ഒരു സട്ടിൽ എക്സ്പ്രഷൻസ് കൊടുക്കാൻ പറ്റുന്നു, അതൊക്കെ ശരിക്കും സംഭവിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, അത് അങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് ഞാൻ മെയിൻലി ആ ഒരു പ്രോസസ്സിൽ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാറ്. പിന്നെ നമുക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റ് എങ്ങനെയാണോ അതിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കൊടുക്കാനാവും എന്നുള്ളതാണ് വേറൊരു വിഷയം.